സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം തുടരുന്നു. 6 മാസത്തിനിടെ 27 പേർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു എന്നാണ് കണക്ക്. രോഗം ബാധിച്ചവരിലേറെയും യുവാക്കളാണ് എന്നതാണ് ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം. മാത്രവുമല്ല, ഈ പ്രതിദിന പനി ബാധിതരുടെ എണ്ണം 10,000 കടക്കുന്നു ഇപ്പോൾ. ആശുപത്രികളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ വൈറൽ പനികളൊക്കെ പിടിപെടുന്നു. ഡെങ്കിപ്പനിയും അത്യാവശ്യം പടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അഖിൽ ഷാ അൻസാർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ടെലിഫോൺ ലൈനിൽ. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ മഞ്ഞപ്പിത്ത ബാധ പടരുന്നതിനെതിരായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ നീക്കം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 6 മാസത്തിനിടെ 27 പേരാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരിക്കുന്നത്. ജൂൺ മാസത്തിൽ മാത്രം, അതായത് കഴിഞ്ഞ മാസം മാത്രം 5 പേരുടെ മരണമാണ് ഈ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു വർധനവ് ഈ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മാസം മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്, അതായത് ഈ ജൂൺ മാസത്തിൽ മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് 690 പേർക്കാണ്. അത് വലിയൊരു വർധനമാണ് ഉണ്ടായെന്നുള്ളത് ആരോഗ്യ വകുപ്പും ഇക്കാര്യത്തിൽ സമ്മതിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രതിരോധ പ്രവർത്തനം ആരോഗ്യവകുപ്പ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇത്തരത്തിൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിൽ വലിയൊരു പാളിച്ച സംസ്ഥാന സർക്കാരിനുണ്ടായി, പ്രത്യേകിച്ച് ഈ കോർപ്പറേഷനുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർവ്വ ശുചീകരണ നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം ഒക്കെ പറഞ്ഞുകൊണ്ട് അത് വലിയ രീതിയിൽ വൈകിപ്പിച്ചു. അതിന്റെ ഫണ്ട് അനുവദിക്കുന്നതിനുൾപ്പെടെ വലിയ കാലതാമസം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആകെ അവതാളത്തിലായി എന്നുള്ള വലിയ വിമർശനം ഇതിന്റെ ഭാഗമായി ഉയരുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഈ നമ്മുടെ ഈ രോഗികളുടെ എണ്ണത്തിന്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാലും ആ തരത്തിൽ തന്നെയാണ് ഇതിന്റെ ഈ രോഗികളുടെ എണ്ണം ഉയർന്നു പോകുന്നത്. എന്തായാലും പനി ബാധിതരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പനിയുടെ അല്ലെങ്കിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണവും ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് യുവാക്കളിലാണ് ഇത്തരത്തിൽ ഉള്ള പനികൾ കൂടുതലായും കാണപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വിലയിരുത്തൽ വരുന്നത് ഈ കോവിഡ് കാലത്തിന് ശേഷമാണ്. ഇത്തരത്തിൽ കോവിഡ് ഉണ്ടാക്കിയ മാറ്റങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ പനി ബാധിതരുടെ എണ്ണം പ്രത്യേകിച്ച് യുവാക്കളിൽ കൂടുതലും ഈ പനി വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുൾപ്പെടെ കിട്ടുന്ന ഒരു വിശദീകരണം. എന്തായാലും ഇത്തരത്തിൽ ഈ പനി തടയാനുള്ള നടപടികൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അഖിൽ ഷാ അൻസാർ.